വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പുതുവത്സര രാത്രിയിൽ റെസ്റ്റോറന്റിൽ ആക്രമണം നടത്തി 20 അംഗ സംഘം. വാഹനങ്ങളും ടോയ്ലറ്റുകളും അടിച്ചു തകർത്തു. ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക്. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ടാണല്ലോ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് നമുക്ക് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, പുതുവത്സര രാത്രിയിലാണ് റെസ്റ്റോറന്റിൽ ഇത്തരത്തിൽ 20 അംഗ സംഘം ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണം നടത്തിയത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഈ 20 അംഗ സംഘം ആരാണെന്നോ എന്തെങ്കിലും വിവരം ലഭ്യമാണോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? ഈ പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ നില ഇപ്പോൾ ഗുരുതരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ചന്ദേര പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പുതുവത്സര ആഘോഷ ദിനത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഹോട്ടലിൽ അതിക്രമം ഉണ്ടായത്. തൃക്കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പോഗോ റെസ്റ്റോറന്റിലാണ് ഈ 4 അംഗ സംഘം ആദ്യം എത്തുന്നത്. പിന്നീട് ഇവർ ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയായിരുന്നു. ഇത് എത്താൻ കുറച്ച് താമസിക്കുമെന്ന് ആദ്യം തന്നെ ഈ റെസ്റ്റോറന്റ് മാനേജർ പറഞ്ഞതാണ്. ഈ മന്തി അടക്കമുള്ള സാധനങ്ങൾ എത്തുന്നതിൽ ഇത്തരത്തിൽ താമസം വരുമെന്ന് ഇവരെ ബോധിപ്പിച്ചതാണ്. പിന്നീട് 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ ബഹളമുണ്ടാക്കാൻ തുടങ്ങിയെന്നും ഈ പ്രശ്നത്തിൽ മാനേജർ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ റെസ്റ്റോറന്റ് അധികാരികൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയ ഇവരെ പോലീസ് എത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ 20 അംഗ സംഘം മാരകായുധങ്ങളും മരവടികളും ഒക്കെയായി എത്തി ഇവിടെ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. എന്തായാലും പോലീസ് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഇവരെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിലെ കാലതാമസമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനകളൊക്കെ വ്യാപകമാക്കിയിട്ടുണ്ട്. നിലവിൽ കുത്തേറ്റത് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ബിറ്റു അലിക്കാണ്. ഇയാളെ ഇപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ തർക്കത്തിനിടെയാണ് ഇയാൾക്ക് പരിക്കേൽക്കുന്നത്. എന്തായാലും ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അരുണിമ, വ്യക്തമാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് പുതുവത്സര രാത്രിയിൽ റെസ്റ്റോറന്റിൽ ആക്രമണം നടത്തിയ 20 അംഗ സംഘം ആക്രമണം നടത്തിയിരിക്കുന്നത്. വാഹനങ്ങളും ടോയ്ലറ്റുകളും ഒക്കെ അടിച്ചു തകർത്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമണമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.